എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങളാണ്. മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് അന്ധനും ഊമനുമായ ഒരു പിശാച് ബാധിതനെ സൗഖ്യമാക്കിയതിനെ തുടർന്ന് കൺമുന്നിൽ കണ്ട ക്രിസ്തു യേശുവിലുള്ള അത്ഭുത ശക്തിയെ നിഷേധിക്കാൻ തങ്ങൾക്ക് കഴിയുകയില്ല എന്ന് കണ്ടുകൊണ്ട് പരീശന്മാർ യേശു കർത്താവ് ദൈവത്തിൽ നിന്നല്ല പിശാചിനാൽ തന്നെയാണ് ഈ അത്ഭുതം ചെയ്തത് എന്ന് ആരോപിക്കുന്നു. കർത്താവ് അവർക്ക് തക്ക മറുപടി കൊടുക്കുന്നതും നാം കാണുന്നു. 22-ാം വാക്യത്തിൽ അന്ധനും ഊമനുമായ പിശാച് ബാധിതനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ അവൻ സംസാരിക്കുകയും കാണുകയും ചെയ്യത്തക്ക വിധം കർത്താവ് അവനെ സൗഖ്യമാക്കി എന്ന് നാം വായിക്കുന്നു. ഊമനെ പിടികൂടിയിരുന്ന പിശാചുക്കളെ പുറത്താക്കിയപ്പോൾ അവിടെ കൂടിയിരുന്ന ജനക്കൂട്ടം ആശ്ചര്യപ്പെട്ട് ഇവൻ ദാവീദ് പുത്രൻ തന്നെയോ എന്ന് പറയുന്നതായി 23-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. എന്നാൽ ദീർഘകാലമായി യഹൂദന്മാർ തങ്ങൾക്ക് മോചനം നൽകി രാജ്യം പുനഃസ്ഥാപിക്കുന്നതിന് വരുമെന്ന് വാഗ്ദത്തം ചെയ്ത മിശിഹ യേശു തന്നെയോ എന്ന് ചിന്തിച്ചു തുടങ്ങിയ ആ ജനക്കൂട്ടത്തെ തെറ്റിച്ചു കളയാൻ ഈ മനുഷ്യൻ പിശാചുക്കളുടെ അധിപനായ ബേൽസെബൂലിനെ കൊണ്ട് മാത്രമേ പിശാചുക്കളെ പുറത്താക്കുന്നുള്ളൂ എന്ന് ഫരിസേയന്മാർ അധിക്ഷേപം പറയുന്നതായി 24-ാം വാക്യത്തിൽ നാം കാണുന്നു. അതായത് അവരുടെ കൺമുമ്പിൽ പരസ്യമായി നടന്ന ആ അത്ഭുത പ്രവൃത്തിയെ നിഷേധിക്കാൻ അവർക്ക് കഴിയാത്തതുകൊണ്ട് അവർ തന്ത്രം മാറ്റി യേശുവിനെ പിശാചുക്കളെ ബഹിഷ്കരിക്കുവാനുള്ള ശക്തി ദൈവത്തിൽ നിന്നല്ല, മറിച്ച് അവൻ സാത്താന് വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ടാണെന്നായിരുന്നു ഫരിസേയന്മാരുടെ ആക്ഷേപം. യെശയ്യാവ് 5-ാം അധ്യായം 20-ാം വാക്യത്തിൽ തിന്മയ്ക്ക് നന്മ എന്നും നന്മയ്ക്ക് തിന്മ എന്നും പേർ പറയുകയും ഇരുട്ടിനെ വെളിച്ചവും വെളിച്ചത്തെ ഇരുട്ടും ആക്കുകയും കയ്പിനെ മധുരവും മധുരത്തെ കയ്പും ആക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം എന്ന് ദൈവത്തെയും ദൈവാത്മാവിനെയും ഇപ്പോൾ ദൈവപുത്രനെയും നിഷേധിച്ച ഇസ്രയേൽ ജനത്തെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ തിരുവെഴുത്തുകളിൽ പറഞ്ഞത് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ഫരിസേയന്മാരുടെ ചിന്തകൾ മനസ്സിലാക്കിയ യേശുക്രിസ്തു അവരുടെ യുക്തിയുടെ ബലഹീനത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നിൽ തന്നെ ഭിന്നിച്ചിരിക്കുന്ന ഏതൊരു രാജ്യവും ഇല്ലാതായി പോകുമെന്നും തന്നിൽ തന്നെ ഭിന്നിച്ചിരിക്കുന്ന ഒരു നഗരമോ വീടോ നിലനിൽക്കുകയില്ല എന്നും പ്രസ്താവിക്കുന്നത് 25-ാം വാക്യത്തിൽ നാം കാണുന്നു. സ്വയം ഉള്ളിൽ വിഭജിക്കപ്പെടുകയും തമ്മിൽ തന്നെ ആഭ്യന്തര യുദ്ധം ചെയ്യുകയും ചെയ്യുന്ന ഒരു രാജ്യം നാശത്തിലേക്ക് നയിക്കപ്പെടുന്നു. അതുപോലെ ഒരു നഗരം അല്ലെങ്കിൽ ഒരു വീട് സ്വന്തം അംഗങ്ങൾക്കെതിരെ വിഭജിച്ചിരിക്കുന്നു എങ്കിൽ അവ പൂർണ്ണമായും പ്രവർത്തനരഹിതമാവുകയും നിലനിൽപ്പില്ലാതെ ആവുകയും ചെയ്യും. ഒരു രാജ്യമോ സമൂഹമോ വീടോ നിലനിൽക്കണമെങ്കിൽ അതിന് ഐക്യം ഉണ്ടായിരിക്കണം എന്നാണ് കർത്താവ് ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ തത്വം സാത്താനും അവന്റെ രാജ്യത്തിനും ബാധകമാക്കുന്നു എന്നും സാത്താൻ തന്നെ സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ അവൻ ഭിന്നിച്ചിരിക്കുന്നു എന്നും കർത്താവ് പറയുന്നതായി 26-ാം വാക്യത്തിൽ നാം കാണുന്നു. കർത്താവ് ഇവിടെ പറയുന്നതിന്റെ അർത്ഥം സാത്താൻ തന്നെ പിശാചു ബാധിതരിൽ നിന്ന് പിശാചുക്കളെ പുറത്താക്കിയാൽ പിന്നെ അവന്റെ പ്രവൃത്തികൾ അർത്ഥശൂന്യവും അവന്റെ ഉദ്ദേശങ്ങൾക്ക് വിപരീത ഫലവും ഉണ്ടാകുമെന്നാണ്. പരീശന്മാർ പറഞ്ഞതുപോലെ സാത്താൻ ഇങ്ങനെ ചെയ്താൽ അവന്റെ രാജ്യം വീഴും. അതുകൊണ്ട് പിശാചുക്കളുടെ ഭരണാധികാരിയുടെ അധികാരത്താൽ യേശു പിശാചുക്കളെ പുറത്താക്കുന്നു എന്ന ആക്ഷേപം സാമാന്യ യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് കർത്താവ് തെളിയിക്കുകയാണ്. പരീശന്മാരുടെ കുറ്റാരോപണം ഗണ്ണിച്ച ശേഷം യേശു കർത്താവ് അവരുടെ തന്നെ വാദം അവർക്ക് നേരെ തിരിച്ചുവിടുന്നത് 27-ാം വാക്യത്തിൽ കാണുന്നു. ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ബേൽസെബൂലിനെ കൊണ്ടാണ് എങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെ കൊണ്ടാണ് അവയെ പുറത്താക്കുന്നത് എന്ന് കർത്താവ് ചോദിക്കുന്നു. നിങ്ങളുടെ മക്കൾ എന്ന് കർത്താവ് അർത്ഥമാക്കുന്നത് യഹൂദ വിശ്വാസികളെയാണ്. യഹൂദരിൽ ചിലർ പിശാചുക്കളെ പുറത്താക്കി എന്നത് ഒരു വസ്തുതയാണെങ്കിൽ പരീശന്മാരുടെ ആക്ഷേപം അങ്ങനെ ചെയ്യുന്ന യഹൂദന്മാർക്കും ബാധകമാകുന്നു എന്നും ആകയാൽ അവർ നിങ്ങളുടെ ന്യായാധിപന്മാരായിരിക്കും എന്നും കർത്താവ് പറയുന്നു. അതിന്റെ അർത്ഥം കർത്താവിനെതിരെ അന്യായമായി ഉയർത്തിയ സാത്താന്റെ സഹായത്താൽ ഉച്ചാടനം നടത്തുന്നു എന്ന ഈ വിമർശനം പിശാചുക്കളെ പുറത്താക്കുന്ന ഇസ്രയേൽ മക്കളെയും അതേ ആക്ഷേപത്തിലാക്കുന്നു. അത് നിമിത്തം ദൈവത്താൽ പ്രവർത്തിച്ച അവരെ അങ്ങനെ കുറ്റപ്പെടുത്തിയാൽ അവർ ഒരു ദിവസം നിങ്ങളെ കുറ്റം വിധിക്കും എന്നാണ് കർത്താവ് ഓർമ്മിപ്പിച്ചത്. എന്നാൽ
താൻ ദൈവാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം അവരുടെ അടുക്കൽ വന്നിരിക്കുന്നു എന്ന് 28-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു. അതായത് അവർ ആക്ഷേപിച്ചത് സാമാന്യ യുക്തിക്ക് പോലും നിരക്കാത്ത കുറ്റമായിരുന്നു എന്നും പരിശുദ്ധാത്മാവിനാലാണ് കർത്താവ് ഭൂതങ്ങളെ പുറത്താക്കുന്നത് എന്നും വ്യക്തമാവുകയാണ്. അതിനാൽ തന്നെ ദൈവരാജ്യം അവരുടെ അടുക്കൽ വന്നിരിക്കുന്നു എന്നതിന് ഈ അത്ഭുതങ്ങൾ തെളിവാണ് എന്ന് കർത്താവ് സ്ഥാപിക്കുന്നു. സാത്താന്റെ രാജ്യത്തിനും അവന്റെ ശക്തിക്കും എതിർത്തു നിൽക്കാൻ ആകാതെ ക്രിസ്തു പിശാചുക്കളെ പുറത്താക്കുന്നതിലൂടെ കർത്താവിന്റെ ശക്തിക്ക് മുൻപിൽ സാത്താന്റെ ശക്തി ദുർബലമായത് കർത്താവ് ദൈവരാജ്യം സ്ഥാപിക്കുവാൻ തുടങ്ങുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ് എന്നാണ് യേശുക്രിസ്തു ഇവിടെ സൂചിപ്പിക്കുന്നത്. 29-ാം വാക്യത്തിൽ ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കടന്ന് അവന്റെ കോപ്പ് കവർന്നു കളയുവാൻ എങ്ങനെ കഴിയും? പിടിച്ചു കെട്ടിയാൽ പിന്നെ അവന്റെ വീട് കവർ ചെയ്യാം എന്ന് കർത്താവ് പറയുന്നതിന്റെ അർത്ഥം ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ താൻ ഭൂതങ്ങളുടെ ഭരണാധികാരിയെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുകയാണെന്ന പരീശന്മാരുടെ ആരോപണത്തെ ഗണ്ണിച്ചുകൊണ്ട് യേശു മറ്റൊരു ഉദാഹരണം നൽകുകയാണ്. ഒരു ബലവാനെ ആദ്യം ബന്ധിക്കാതെ മറ്റൊരാൾക്ക് എങ്ങനെ അവന്റെ വീട്ടിൽ പ്രവേശിച്ച് അവന്റെ വസ്തുവകകൾ അപഹരിക്കുവാനാകും എന്ന സാദൃശ്യത്തിൽ ബലവാനായ മനുഷ്യൻ എന്നത് സാത്താനെ സൂചിപ്പിക്കുന്നു. ബലവാന്റെ ഭവനം എന്നത് ഭൂമിയിൽ സാത്താന്റെ ആധിപത്യവും ശക്തിയും സ്വാധീനവുമാണ് സൂചിപ്പിക്കുന്നത്. ബലവാന്റെ വസ്തുക്കൾ അഥവാ സ്വത്ത് എന്നത് സാത്താന്റെ സ്വാധീനത്തിനും അടിമത്തത്തിനും കീഴിലുള്ള ആത്മാക്കളെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ കവർച്ചക്കാരൻ എന്നത് ക്രിസ്തുയേശുവിനെ പ്രതിനിധീകരിക്കുന്നു. കാരണം സാത്താൻ ബന്ദികളാക്കിയ മനുഷ്യരുടെ ആത്മാക്കളെ കർത്താവ് വിടുവിക്കുന്നതും രക്ഷിക്കുന്നതും ഇവിടെ സൂചിപ്പിക്കുന്നു. യേശു ഭൂതങ്ങളെ പുറത്താക്കുന്നതിനാൽ അവൻ സാത്താന്റെ ശക്തിയെ തന്റെ അനന്ത ശക്തിയാൽ ജയിക്കുന്നു എന്നും സാത്താൻ കൈവശപ്പെടുത്തിയ ആത്മാക്കളെ തന്റെ രാജ്യത്തിലേക്ക് തന്റെ നിസീമമായ ശക്തിയാൽ വീണ്ടെടുക്കുന്നു എന്നും കർത്താവ് വ്യക്തമാക്കുന്നു. യെശയ്യാപ്രവചനം 49-ാം അധ്യായം 24-25 വാക്യങ്ങളിൽ യഹോവ തന്റെ ജനത്തിനു വേണ്ടി പോരാടുകയും തന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും എന്നതിന് ബലവാന്റെ കവർച്ചയെ എടുത്തു കളയുന്നതിനോട് സാദൃശ്യപ്പെടുത്തി തിരുവെഴുത്തുകളിൽ എഴുതിയിരിക്കുന്നത് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 30-ാം വാക്യത്തിൽ ക്രിസ്തു യേശുവിനോടും അവന്റെ രാജ്യത്തോടും കൂടെ ഇല്ലാത്തവൻ കർത്താവിനെതിരെ പ്രവർത്തിക്കുന്നു എന്ന സത്യം വെളിപ്പെടുത്തുന്നു. ഈ പ്രസ്താവനയിലൂടെ ക്രിസ്തു യേശു പറയുന്ന കാതലായ സത്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ദൈവത്തിന്റെ കണ്ണിൽ 2 വിഭാഗം മനുഷ്യരേ ഉള്ളൂ. ഒന്നുകിൽ ദൈവത്തിന്റെ പക്ഷത്തുള്ളവൻ, അല്ലെങ്കിൽ ദൈവത്തിന് എതിരായി പ്രവർത്തിക്കുന്നവൻ. എല്ലാവരും ആത്യന്തികമായി ഒന്നുകിൽ ക്രിസ്തുവിനും അവന്റെ രാജ്യത്തിനും ഒപ്പമാണ്, അല്ലെങ്കിൽ അവനും അവന്റെ രാജ്യത്തിനും എതിരാണ്. ഇതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാതിരിക്കാൻ ഒരു മാർഗവുമില്ല എന്നും നിഷ്പക്ഷം എന്ന മൂന്നാമതൊരു നിലപാടോ വിഭാഗമോ ലോകത്തിലില്ല എന്നും കർത്താവ് വ്യക്തമാക്കുന്നു. പഴയ നിയമത്തിൽ ഇതിന് സമാനമായി ആവർത്തന പുസ്തകം 30-ാം അധ്യായം 19-ൽ ഇസ്രയേൽ ജനത്തിനു മുമ്പാകെ തിരഞ്ഞെടുക്കുവാൻ ജീവനും മരണവും അഥവാ അനുഗ്രഹവും ശാപവും ദൈവം മുമ്പിൽ വെച്ചിരിക്കുന്നു എന്ന് കർത്താവ് കൽപ്പിക്കുന്നത് നാം വായിക്കുന്നു. 30-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നതിന്റെ അർത്ഥം ശ്രദ്ധിക്കാം. തന്റെ ആടുകളെ തന്നിലേക്കും തന്റെ തൊഴുത്തിലേക്കും ശേഖരിക്കുന്ന നല്ല ഇടയനാണ് ക്രിസ്തു. സാത്താൻ ചെന്നായ എന്ന പോലെ ആടുകളെ പിടികൂടി ചിതറിക്കുകയും അവയെ കൊല്ലുവാനും നശിപ്പിക്കുവാനും ശ്രമിക്കുന്നു. ക്രിസ്തുവും പിശാചും തമ്മിൽ അത്തരമൊരു തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ ഇവരിൽ 2 പേരിൽ ഒരാളോടുകൂടെ എന്നല്ലാതെ ഒരു നിഷ്പക്ഷ നിലപാട് പാലിക്കാൻ ആർക്കും ആവില്ല. യേശുക്രിസ്തുവിന്റെ പക്ഷത്തല്ലാത്തവൻ നേരിട്ട് അല്ലാതെയോ ദൈവരാജ്യത്തിലേക്ക് ആത്മാക്കളെ ശേഖരിക്കാതെ ചിതറിക്കുന്നതിൽ പങ്കെടുക്കുന്ന ശത്രുഭാഗത്തുള്ള ഒരുവനായി കണക്കാക്കപ്പെടുന്നു എന്ന് കർത്താവ് ഇവിടെ വ്യക്തമാക്കുകയാണ്.